ഗൈസ് ഇന്ന് ടെക്നിക്കൽ ക്ലാസ്സാണ്. അപ്പം അതിൻ്റെ ചെറിയൊരു വീഡിയോസാണ്. അപ്പം പൊതുവേ നമ്മൾ ക്യാമറയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബാറ്ററി ഇല്ലാത്തൊരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ പൊതുവേ ഈ ക്യാമറകൾ കംപ്ലൈൻറ്റ് വരിക. പിന്നീട് നമ്മൾ ഈ ബാറ്ററി പവർ ബാഗിൽ പ്രത്യേകിച്ച് ഈ ബാറ്ററി ഉണ്ട്, റീചാർജബിൾ ബാറ്ററി. അപ്പോൾ നമ്മളത്തെ ബാറ്ററി നമുക്ക് ഇതിൽ യൂസ് ചെയ്യുക, ഇതിൽ വാങ്ങാനും കിട്ടും. റീചാർജബിൾ ബാറ്ററി വാങ്ങിക്കഴിഞ്ഞാൽ പൊതുവേ ഇതിൽ വരുന്നത് വോൾട്ട് പറഞ്ഞാൽ നമ്മൾ 3.4 വോൾട്ട് ആ ലെവലിൽ വരുന്നത് നമ്മൾ പൊതുവെ ഒരു ഇൻവെർട്ടർ ബോർഡ് പോലെയുള്ളൊരു സിസ്റ്റം ഇതുള്ളത്. ഒരു ഈ DC-നെ 3.2 വോൾട്ടിനെ നമ്മൾ ഒരു AC വോൾട്ടാക്കണത്. ആ വോൾട്ട് പ്രകാരമാണ് 240 വോൾട്ട് കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുക AC വോൾട്ടിനെ. പിന്നീട് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അത് ഷോർട്ടായിട്ട് ഈ ബൾബിൽ ഷോർട്ടിങ് വരും. ഈ ബൾബിൽ അതാണ് ഫ്ലാഷായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ AC കറണ്ടിൻ്റെ ലൈൻ കാണാം എത്തുന്നത്. അപ്പം ഓക്കെ, അതാണ്. അപ്പം നമ്മൾ ഈ പവർ ചാർജിലുള്ള ബാറ്ററി എടുക്കുക, പവർ ബാഗിൽ. അപ്പോൾ അതായത് ഇതിൽ ഉണ്ടായിരിക്കും സംഭവം. അപ്പോൾ ഇത് 3 വോൾട്ട് ഉണ്ട്, 2 ബാറ്ററി 3.5 വോൾട്ട് വരും. അപ്പോൾ ഈ ബാറ്ററി എടുത്തിട്ട് എങ്ങനെ അത് യൂസ് ചെയ്യുന്നത്, ഈ ക്യാമറകളും ഇതന്നെയാണ്, ഈ എല്ലാ ക്യാമറ സിസ്റ്റമൊക്കെ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പം അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഫ്ലാഷ് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ ഓക്കെ, അപ്പോൾ കേടുവന്ന ക്യാമറ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കണമെന്നും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസാണ്. എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ ഓക്കെ.